Hey everyone, good morning guys. ഞാനിപ്പോൾ എവിടെയാണെന്ന് അറിയോ ഗൈസ്? ഇവിടെയാണ് ഗൈസ്. ഇന്നലെ നൈറ്റായിരുന്നു ഇവിടെ എത്തിയത്. അപ്പോൾ നിങ്ങൾ ബാക്കി വിശേഷങ്ങൾ കണ്ടിട്ട് വാ. ഗൈസ്, നമ്മൾ പോവുകയാണ്. ഹലോ ഗൈസ്, ഹേ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. അപ്പോൾ ഈ ബാഗും ചെമ്പുള്ള സാധനങ്ങളൊക്കെ പിടിച്ചിട്ട് ഇപ്പോൾ എങ്ങോട്ടേക്കാണെന്നല്ലേ? നമ്മളൊരു 2 ദിവസത്തേക്ക് ഒരു ട്രിപ്പ് പോവാണ് കേട്ടോ, വയനാട്ടിലേക്ക്. ഈ ട്രിപ്പിൽ എൻ്റെ ഉപ്പൻ്റെ തറവാട് ഫാമിലി മാത്രമാണ് കേട്ടോ. നമ്മൾ ടോട്ടൽ കുട്ടികളെടുക്കും 24 പേരായിരുന്നു. അപ്പോൾ നമ്മൾ 26 സീറ്റുള്ള ട്രാവലർ ആയിരുന്നു കേട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്ലാൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, റിസോർട്ട് ഓൾറെഡി നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ പോവുക മീൻമുട്ടി വാട്ടർഫാളിലേക്കായിരിക്കും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാണാസുര ഡാമും പോകാമെന്നാണ് വിചാരിക്കുന്നത്. നൈറ്റാണ് എന്തായാലും നമ്മൾ റിസോർട്ടിൽ കയറുക. അപ്പോൾ നമ്മൾ വണ്ടി കയറിയ രാവിലെ തന്നെ എല്ലാവരും നല്ല ഉറക്ക മൂഡിലിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് മാറ്റാനായിട്ട് പിന്നെ പാട്ടും കയ്യിൽ സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് കഴിക്കലും ഒക്കെ ആയിട്ട് ചുരം കയറിയതേ അറിഞ്ഞില്ല കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് റിഫ്രഷ്മെൻ്റ് ആവാൻ വേണ്ടിയിട്ട് ചുരം 8 എത്തിയാലും ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് മീൻമുട്ടി വെള്ളച്ചാട്ടം കാണാനായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ എത്തി നമ്മൾ ഫുഡ് കഴിച്ചിട്ട് കയറാമെന്നാണ് വിചാരിച്ചത്. കാരണം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡായതുകൊണ്ട് ചിലപ്പോൾ ചീത്താവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണ് കേട്ടോ അവിടേക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. മീൻമുട്ടി വാട്ടർഫോൾസ് കാലിക്കറ്റ് നിന്ന് 88 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഏകദേശം ഒരു 2.5 മണിക്കൂർ കൊണ്ട് നമുക്ക് എത്താവുന്നതേ ഉള്ളൂ. നമ്മളിപ്പോ പോകുന്നത് എവിടേക്കാണ്? മുട്ടവെള്ളയോ അല്ല മീൻമുട്ടി വെള്ളച്ചാട്ടത്തിലേക്കാണ്. സോറി തെറ്റ് പറ്റിപ്പോയി, ക്ഷമിക്കണം. അപ്പൊ ഏതാനും നിമിഷങ്ങൾക്കൊക്കെ നമ്മൾ അവിടെ എത്തുന്നതായിരിക്കും. ബാക്കി അവിടെ എത്തിയിട്ടുള്ള വിഷ്വൽസ് കാണാനായി നിങ്ങൾ നമ്മളെ കൂടെ തന്നെ നിൽക്കുക. അതെ, അപ്പൊ ഇവിടെ എല്ലാവരും ഉണ്ട്. ഇവിടെ എല്ലാവരും നടന്നിങ്ങനെ പോകുന്നുണ്ട്. എല്ലാവരും ഉഷാറാണ്. വെള്ളത്തിന്റെ ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട്. ഇവിടെ നല്ല കുണ്ടും കുയ്യൊക്കെ ഉള്ളതുകൊണ്ട് ശ്രദ്ധയോടെ വരിക എല്ലാവരും. നല്ല അടിപൊളി വെള്ളച്ചാട്ടമാണ്. ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല, പക്ഷെ അടിപൊളി ആയിരിക്കും. നല്ല വെള്ളത്തിന്റെ ഒച്ച കേൾക്കുന്നുണ്ട്. പറഞ്ഞതുപോലെ തന്നെ അടിപൊളിയായിരുന്നു കേട്ടോ ഇവിടെ. പക്ഷെ ഇവിടെ ഇറങ്ങാൻ പറ്റും എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ആർക്കും നേരത്തെ അറിഞ്ഞില്ല കേട്ടോ. ഇവിടെ എത്തിക്കഴിഞ്ഞാലാണ് ഞങ്ങൾ അറിഞ്ഞത്. അപ്പോൾ പിന്നെ മക്കൾ മാത്രമായിരുന്നു കേട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പറയും, ഏതാ ഡാം? ഏതാ? നമ്മളിപ്പോൾ ബാണാസുര ഡാമിലേക്കാണ് വന്നിരിക്കുന്നത്. മഴ തുടങ്ങുന്നുണ്ട്. അതെ, നല്ല മഴ ഉണ്ടാവുന്നൊന്നും അറിയില്ല. ടിക്കറ്റ് എടുത്ത് പോകും നിൽക്കുന്നത്. അതെ, മഴ പെയ്തു ഗൈസ്. അതെ, ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞ് നമ്മളിവിടെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ നിർത്തിയിട്ട വാനിൽ നമുക്ക് ഡാമിൻ്റെ അവിടേക്ക് പോവട്ടോ. നടക്കേണ്ടവർക്ക് നടക്കുകയും ചെയ്യാം. നമ്മൾ മഴ ആയതുകൊണ്ട് വാനിലായിരുന്നു കേട്ടോ കുറച്ച് പേര് പോയിരുന്നത്. ബാണാസുര ഡാമും മീൻമുട്ടി വെള്ളച്ചാട്ടവും ഒരേ റൂട്ടിൽ തന്നെയാണ് കേട്ടോ. നമ്മൾ വരുന്ന വഴിക്ക് ബാണാസുര ഡാമും കഴിഞ്ഞിട്ടാണ് മീൻമുട്ടി വെള്ളച്ചാട്ടം വരുന്നത്. ഇത് രണ്ടും തമ്മിൽ 3 കിലോമീറ്ററിൻ്റെ ദൂരേ ഉള്ളൂ. ടിക്കറ്റ് എടുത്തത് വെറുതെ ആയി പോകുമെന്ന് കേട്ടോ ആദ്യം വിചാരിച്ചത്. കാരണം ഒരു മൂടിയ വെതറായിരുന്നു, മഴ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ.
ഗായ്സ് നമ്മൾ ഇനി ഇവിടെ അടിച്ചു പൊളിക്കാൻ പോകണം. ഇവിടാണ് മെയിൻ ആയിട്ടുള്ളത്. ഇവിടേക്ക് നമ്മൾ പോവുകയാണ്. എന്താണുള്ളത്? അവിടെ ഊഞ്ഞാലുണ്ട്, പാർക്കുണ്ട്, ഫിഷ് ഉണ്ട്, അങ്ങനെ കുറെ സിപ്പ് ലൈൻസ് ഉണ്ട്, ഓരോ ഐറ്റംസ് ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. കമോ. ഓക്കെ, ലെറ്റ്സ് ഗോ. ഞാനിവിടെ ലാസ്റ്റായിട്ട് വരുന്നത് ഒരു 4 വർഷം മുമ്പായിരുന്നു കേട്ടോ. അന്ന് ഈ ഒരു ഭാഗത്തേക്കൊന്നും വന്നില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒന്നും ഇവിടെ ഉള്ള അറിയില്ല കേട്ടോ. ഇനി ഇത് ഈ അടുത്ത് വന്നതാണെന്നും അറിയില്ല. എന്തായാലും അടിപൊളിയാണ്. അപ്പോൾ ഇതൊന്നും മാത്രമല്ല ഇവിടെ ഉള്ളത്, വേറെയും കുറേ കാര്യങ്ങളുണ്ട്. എല്ലാം എനിക്ക് ഇതിൽ കവർ ചെയ്യാൻ പറ്റില്ല കേട്ടോ. എല്ലാവരും ഫോണും സ്വിച്ച് ഓഫ് ആയിട്ടുണ്ടായിരുന്നു ചാർജ് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇവിടെയുള്ള ബുൾ റൈഡ്, ബോട്ടിങ്, പിന്നെ ഫിഷ് പാ, സിപ്പ് ലൈന്. ബുൾ റൈഡിൽ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ വീണിരുന്ന്. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. അങ്ങനെ മഴയൊക്കെ കിട്ടി. പിന്നെ നല്ല ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വരുമ്പോൾ കുറേ സ്നാക്ക് ഐറ്റംസൊക്കെ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്നാൽ ചായ കുടിക്കട്ടെ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ്. ഈ വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ടും ചിലപ്പോൾ തേർഡ് പാർട്ടും ഉണ്ടാകും കേട്ടോ.